അമ്മച്ചി പറഞ്ഞോ. എന്തൊന്നാടാ സിദ്ധു ഇത്? നീ കഴിക്കുന്നില്ലേ? നിനക്കിവിടെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? അതൊക്കെ വളിക്കും. എടാ ചെറുക്ക, 8 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ദേ, എനിക്ക് മരുന്ന് കഴിച്ചിട്ട് കിടക്കാനുള്ളതാ. അമ്മ കഴിച്ചിട്ട് കിടന്നോ, വെയിറ്റ് ചെയ്യണ്ട. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചെന്നുള്ള പരാതി പറയാനല്ലേ? അത് വേണ്ട. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ സമയത്തിന് വന്ന് കയറും, ഉണ്ടാക്കിയാലോട്ട് വരുത്തുമില്ല. ദേ, എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. അമ്മ ഞാൻ എത്തും, കുറച്ച് വൈകും. നീയും കൂടെ വന്നിട്ട് കഴിക്കാം, എനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. അമ്മച്ചി ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഴപ്പമില്ലടാ, നീ വിളിച്ചാൽ മതി, ഞാൻ അപ്പം എടുത്തു തരാം. എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെ അമ്മച്ചി? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഭക്ഷണം എടുത്തു വയ്ക്കാന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ശരി, അമ്മച്ചി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കൂ, ഞാൻ വന്നോളാം. പറഞ്ഞാലും മനസ്സിലാവില്ല. ചൂടാട്ടാ, നിങ്ങളൊക്കെ എന്നോട് ജീവിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ഇതുപോലെ AC-യുടെ മുന്നിൽ പോയിരിക്കും. എനിക്ക് ഊട്ടിയിലെ തണുപ്പൊക്കെ ആയിട്ട് സെറ്റ് ആയോണ്ടേ ഈ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാ. ഊട്ടി നല്ല സ്ഥലം. ഊട്ടി ടൂറൊക്കെ പോകാൻ പറ്റിയ. പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പോയിട്ടുണ്ട്. അതെ, നൈസ്. ഞാനേ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാ ടൂർ പോകുന്നത്? എവിടെയാ നിങ്ങൾ പോകുന്നത്? അല്ല, ചുമ്മാ ആലോചിച്ചെന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ ആയിരിക്കും പോകുന്നത്. ദേ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു, ഇറങ്ങി നോക്കിയാലോ? ചേട്ടാ വേണോ, നമുക്ക് പോയാലോ? ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയ സഹായിക്കണ്ടേ? നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലോ? മനുഷ്യന്മാരായാലേ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. നല്ലതാ, ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. ചേട്ടാ മാറി. ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോക്കിയോട്ട് നിൽക്കുന്ന എന്താ? അയാളെ പെട്ടെന്ന് ആശുപത്രിയിലാക്കുക. അടിയിലാണെന്ന വണ്ടിയുടെ അടിയിൽ. ചേട്ടാ ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസിന് സമയം എടുക്കും. ചേട്ടാ ഇങ്ങനെ ചേട്ടാ ഓട്ടോ ഇല്ലേ, ഓട്ടോ വിളിക്ക്. അയാൾക്ക് ശ്വാസം കിട്ടും, മാറിയില്ലേ? വണ്ടി എവിടെ? വണ്ടി കാറോ? സാറിന്റെ വണ്ടി കയറ്റി, സാറിന്റെ വണ്ടി ശരിയാവത്തില്ല. എന്തെങ്കിലും പറ്റിയാലോ? വണ്ടി ഒന്ന് തുടങ്ങാം സാർ. ചെറിയ വണ്ടി, എല്ലാവരും കേറില്ല. സാറെ കുറച്ച് മനസാക്ഷി കാണിക്കണം. പെട്ടെന്ന് എത്തിക്കാൻ നോക്ക്. നീ ഇപ്പുറത്തോട്ട് പറയുന്നു കേക്കൂ. ഇനി സാറ് കയറി വണ്ടിക്കകത്ത്. എന്താ സാറേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ, പ്ലീസ്. ഒരു ജീവനല്ലേ സാർ? ചേട്ടാ ഇനിയും സംസാരം നിർത്തൂ. പെട്ടെന്നേറ്റ്, പെട്ടെന്നേറ്റ്. സാറേ, പാവങ്ങളെ വല്ലപ്പോഴൊക്കെ ഈ വണ്ടി കയറ്റണം. കേറിക്കോ.
ഈ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ. ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മുടെ തലേ കൊണ്ടു. ഇഡിയറ്റ്സ്. എന്ത് ജനങ്ങളാന്നേ. അല്ല, ഞാൻ ആക്സിഡന്റ് കാര്യം പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റോ? അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, ഇന്നത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇത്രയും മതി. താങ്ക്സ്. ആ, ഹലോ സിദ്ധു, എവിടെയാടാ? ഐശു, ചെന്നൈ എത്തിയോ? ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ. ഓ, എവിടെയാ ഇപ്പോ? ഞാൻ ഡ്രൈവ് ചെയ്യടാ, തിരിച്ചു വിളിക്കാം. അതെന്താ ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിച്ചാ? ഒന്ന് എത്തിക്കോട്ടോ, വിളിക്കാം. അതല്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ കൂടെ? എന്റെ കൂടെ വേറെ ആരാ? പിന്നെന്താ ശബ്ദത്തിനൊരു മാറ്റം? എന്റെ ശബ്ദത്തിനോ? ആ, മാറ്റമൊന്നുമില്ലല്ലോ. ഓക്കെ. ഒരു 5 മിനിറ്റ്സ് തിരിച്ചു വിളിക്കോ? ഒരു 15 മിനിറ്റ്സ്. ഷുവർ? യാ ഷോ. വെക്കട്ടാന്നാ? വെക്കില്ല. സിദ്ധു, യു നോ സംതിങ്? ഐ റിയലി മിസ് യു. ഐ മിസ് യു ടു. ബൈ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ. വൈഫായിരിക്കും അല്ലേ? അല്ല, ഗേൾഫ്രണ്ടാ. അപ്പൊ വൈഫോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ കല്യാണം കഴിക്കാത്തെ? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിന് ആദ്യം നമ്മൾ ഒരാളെ കണ്ടെത്തണം. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇച്ചിരി കൂടിപ്പോയി. പക്ഷേ ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഞാൻ സിജിനോട് കല്യാണക്കാരൻ പറഞ്ഞേ ഉള്ളൂ. അവർ റെഡിയായിരുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനായി. ഐ എം സോറി, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരാളെ മനസ്സിലാക്കാനേ 3 വർഷമൊന്നും പോരാ, കുറേ കാലം വേണം. എന്നാലും സിജിൻ എന്തിനായിരിക്കും എന്നോട് പറയാതെ പോയേ? ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവോ? എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല. ഇയാളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കേട്ടില്ലേ? ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, പക്ഷെ ഒരു കണക്റ്റ് ഉണ്ട്. ഷീസ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി, എനിക്കിഷ്ടായി. കണ്ടാൽ ബാച്ചലറാന്ന് തോന്നില്ല അല്ലേ? ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ആണല്ലേ? പക്ഷെ ഈ സാട്ട പേപ്പറിൽ കൊള്ളാം. ആണോ? ആണല്ലേ? പക്ഷെ ഇത്ര മതി, കൂട്ടണ്ട. ഇല്ലല്ല.